വിളക്കിൻ നടുവിൽ ശോഭപൂർണനാ മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ ഒരു നിമിഷം നമ്മൾ ഈ ദിവസങ്ങളിൽ സമർപ്പിച്ച നിയോഗങ്ങളെ ഒരിക്കൽ കൂടി ദൈവത്തിരുസന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ലോകം മുഴുവനിലും ഈ നിമിഷം അർപ്പിക്കപ്പെടുന്ന എല്ലാവരുടെയും നിയോഗങ്ങളെ ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഈ 2 ദിവസങ്ങളിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഭവങ്ങൾ ചൊരിഞ്ഞു. ഒട്ടനവധി അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ട് അവിടെ നമ്മെ തൊട്ട് കടന്നുപോയി. ആ നിമിഷങ്ങളെ ഓർത്ത് സ്വർഗത്തോട് നമുക്ക് നന്ദി പറയാം. കർത്താവേ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, അങ്ങയുടെ സ്നേഹം ഞങ്ങൾ ദർശിച്ചു. ഈ നിമിഷം ക്രിസ്തുവിൽ ഒരു പുതിയ ജനനത്തിനായി നമുക്ക് ആഗ്രഹിക്കാം. ദൈവം തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അവനിലൂടെ അവിടുന്ന് നമ്മെ വീണ്ടെടുത്തു. ക്രിസ്തുവിന്റെ തിരുരക്തത്തിൽ മുങ്ങി ഒരു പുതിയ മാമോദിസായിലേക്ക് നമുക്ക് കടക്കാം. ക്രിസ്തു നമ്മിൽ നിറയട്ടെ, ക്രിസ്തുവിന്റെ ബോധം നമ്മിൽ നിറയട്ടെ. എല്ലാ യുവജനങ്ങളെയും ഈ നിമിഷം ക്രിസ്തുവിന്റെ പക്കലേക്ക് നമ്മൾ ചേർത്ത് നിർത്തുകയാണ്. ഓരോ യുവതി യുവാക്കളുടെയും ഹൃദയത്തിൽ ക്രിസ്തു ഒരു ബോധമായി, ഓരോരുത്തരുടെയും ബുദ്ധിയിൽ ക്രിസ്തു ഒരു അഗ്നിയായി പടർന്നു കയറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ലോകം മുഴുവനിലുമുള്ള സകല യുവജനങ്ങൾക്കും ക്രിസ്തു ഒരു ലഹരിയായി പടരുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് സകലരും ക്രിസ്തുവിൽ മുങ്ങിക്കുളിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ നിമിഷം സ്വർഗത്തിലേക്ക് നമുക്ക് കരങ്ങൾ ഉയർത്താം. ക്രിസ്തു സകലരിലും ഒരു ബോധ്യമായി, ഒരു തികഞ്ഞ അറിവായി, ഒരു അനുഭവമായി, ഒരു ലഹരിയായി നിറയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവിടുത്തെ നമുക്ക് സ്തുതിക്കാം. നമ്മോടൊപ്പം ഇവിടെ ആയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാം. എല്ലാ കുടുംബങ്ങളിലും ക്രിസ്തു നിറയുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഭിന്നത നിലനിൽക്കുന്ന എല്ലാ കുടുംബങ്ങളിലും, ശത്രുത നിലനിൽക്കുന്ന എല്ലാ കുടുംബങ്ങളിലും ക്രിസ്തുവിന്റെ സ്നേഹം കടന്നു ചെന്ന് അവയെ പുതിയതാക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഉദ്ധാനത്തിന്റെ ഒരു പുതിയ പ്രതീക്ഷ നൽകി, ഒരു പുത്തൻ തുടക്കം നൽകി ഓരോ കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ധ്യാനിക്കാം. ഈ നിമിഷം കർത്താവിന്റെ സന്നിധിയിലേക്ക് എല്ലാ മാതാപിതാക്കളെയും, എല്ലാ മക്കളെയും, എല്ലാ വൃദ്ധരായ ജനങ്ങളെയും, സകലരെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഈ നിമിഷം നമ്മൾ ചേർത്ത് വെക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ അനന്തമായ കരുണയൊഴുക്കി ഇവരെ തൊട്ട് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ കുടുംബങ്ങളിലും ക്രിസ്തു നിറയുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. എല്ലാ യുവജനങ്ങളുടെയും ബോധങ്ങളിലേക്ക് ക്രിസ്തു കവിയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നിമിഷം ഏറ്റവും പ്രത്യേകമായിട്ട് ലഹരിക്ക് അടിപ്പെട്ട് കിടക്കുന്ന എല്ലാ യുവതി യുവാക്കന്മാരെയും ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ ചേർത്ത് വെക്കുകയാണ്. ക്രിസ്തു ഒരു ലഹരിയായി സകലർക്ക് മാറുവാൻ കർത്താവ് ലഹരി മൂലം അവർ മൂലം ദുഃഖിക്കുന്ന സകല മാതാപിതാക്കളെയും ഈശോ അങ്ങയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വെക്കുകയാണ്. അങ്ങാ യുവതി യുവാക്കന്മാർക്ക് ലഹരിയായി മാറി അവരെ തൊട്ടുണർത്തി കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് ചേർക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ 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 ഈശോ
യേശു ആരാധന പൂർണ്ണമായി ക്രിസ്തുവിനോട് കൂടി സംസ്കരിക്കപ്പെടുന്ന ഓരോരുത്തരും അവന്റെ ഉത്ഥാനത്തിന്റെ പ്രതീക്ഷയിലാണ് നിലനിൽക്കുന്നത്. കർത്താവേ, ഈ ലോകത്തിലെ നശ്വരതയ്ക്ക് വേണ്ടി അധ്വാനിക്കാതെ അനശ്വരതയെ ലക്ഷ്യമാക്കി ജീവിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ മിഥ്യാപ്രവണതകളിൽ നിന്നും കർത്താവെ ഞങ്ങളുടെ ബോധത്തെ അങ്ങ് കോട്ട കെട്ടി സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോ, അങ്ങ് കുരിശിൽ നേടിയ അമൂല്യമായ യോഗ്യതകളാൽ ഞങ്ങളുടെ ബുദ്ധിയെ, ഞങ്ങളുടെ ബോധമണ്ഡലങ്ങളെ കർത്താവെ അങ്ങ് പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷം ലോകത്തിലുള്ള സകല ജലപഥങ്ങളുടെയും മേൽ കർത്താവിന്റെ അരൂപി ഇറങ്ങി വന്ന് അവരുടെ ബോധത്തിൽ നിറഞ്ഞ് അവരെ പൊതിഞ്ഞു പിടിച്ച് നിത്യത എന്നൊരു വാഗ്ദാനം അവരുടെ ഹൃദയത്തിലേക്ക് ഒരു ഉറപ്പായി പകർന്നു നൽകിക്കൊണ്ട് ക്രിസ്തുവിലേക്ക് തിരിയുവാൻ അവരെ ഓരോരുത്തരെയും എടുത്തുയർത്തമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകം മുഴുവനും വേണ്ടി ഒരിക്കൽ കൂടി നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്റെ ജീവിതത്തെ കിരീടമണിയിക്കുന്നു. നിന്റെ ജീവിതം കഴുകൻ്റേതുപോലെ നവീകരിക്കപ്പെടുവാനായിട്ട് അവിടുന്ന് നിന്റെ ജീവിതത്തെ ഉടനീളം അവിടുന്ന് നിന്നെ സംതൃപ്തനാക്കുന്നു. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഈ നിമിഷത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സകല യുവജനങ്ങളെയും അവിടുത്തെ തിരുമുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. 2000 വർഷങ്ങൾക്ക് മുമ്പ് 33-കാരനായ യേശു നമുക്ക് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടി സ്വയം ചെറുതായി, സ്വയം എല്ലാ തെറ്റുകളും ഏറ്റെടുത്തുകൊണ്ട് അവിടുന്ന് നമുക്ക് മുമ്പിൽ ഒരു മാതൃക കാണിച്ചതുപോലെ സ്നേഹത്തിൻ്റെ പാതയിൽ അവിടുത്തെ പിന്തുടരാനായിട്ട് ഓരോ യുവജനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോരുത്തരെയും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും, എല്ലാ കുടുംബങ്ങളിലെയും യുവജനങ്ങളെയും ഒക്കെ തന്നെ നേരായ മാർഗത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തിൽ ക്രിസ്തുവിലൂടെ നിത്യതയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മളുടെ കുടുംബങ്ങളിലെ എല്ലാ യുവാക്കളെയും പലവിധ തെറ്റുകളും പലവിധ തെറ്റായ ചിന്തകളും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് യുവാക്കളെയൊക്കെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ക്ഷമിച്ചുകൊണ്ട് അവർ സ്വയം കർത്താവിലേക്ക് അടുക്കണമെന്ന് ചിന്ത ഉള്ളിൽ ഉണ്ടാകുവാനായിട്ട് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിനോടുള്ള സ്നേഹം അവരെ ഒരുപാട് മുന്നോട്ട് പോകുവാനായിട്ട് കർത്താവെ അവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ ചൈതന്യത്തിൽ കർത്താവെ നിത്യതയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഓരോ യുവാവും അങ്ങയുടെ പിന്നാലെ, അവരുടെ കുരിശുമെടുത്ത് അങ്ങയുടെ പിന്നാലെ വരുവാനായിട്ട് ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തിരുനാമത്തിൽ നമുക്ക് സ്തുതിക്കാം. യേശുവേ, ആരാധന 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 ആരാധന. കർത്താവിന് ശേഷം അവിടുത്തെ പിന്തുടരാനായിട്ട് സ്തെഫാനോസ് അവിടത്തേക്ക് രക്തസാക്ഷിയാകുന്ന നിമിഷത്തിൽ അവൻ്റെ യൗവനം കർത്താവിന് വേണ്ടി സമർപ്പിച്ചതിൽ അവൻ്റെ മരണസമയത്ത് അവൻ കണ്ടത് സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നതായിട്ടാണ്. നമ്മുടെ യൗവനം കർത്താവിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ യൗവനത്തിലുള്ള നമ്മുടെ ഊർജ്ജവും നമ്മുടെ ശക്തിയുമൊക്കെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അവിടുന്ന് നമുക്ക് തന്ന കരങ്ങൾ കൊണ്ട് നമുക്ക് അവിടുത്തെ സ്തുതിക്കുവാനും, അവിടുന്ന് നമുക്ക് തന്ന നാവ് കൊണ്ടും അവിടുന്ന് നമുക്ക് തന്ന ശരീരം കൊണ്ടും അവിടത്തേക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടത്തേക്ക് വേണ്ടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തരെയും പ്രചോദിപ്പിക്കണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഓരോ യുവാവിനെയും ഓരോ യുവതിയെയും സമർപ്പിച്ച് അവരിലേക്ക് നിറയുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോരുത്തരെയും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ശിരസ് മുതൽ പാദം വരെ അവരുടെ തെറ്റുകളെല്ലാം മായ്ച്ചുകൊണ്ട് അവരെ ശുദ്ധീകരിച്ചുകൊണ്ട് അവരുടെ നേരായ മാർഗത്തിലേക്ക് ചലിക്കുവാനായിട്ടും
ലോകത്തിന് നന്മ ചെയ്തുകൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് പോകുവാനായിട്ടും ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നന്മ ചെയ്ത് യേശു കടന്നു പോയതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ അവിടുന്ന് വളർന്നതുപോലെ ഓരോ യുവാവും യേശുവിൻ്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് ജീവിക്കുവാനായിട്ട് ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഓരോരുത്തർക്കും അവിടുത്തെ തിരുമുമ്പിൽ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അവിടുത്തെ തിരുനാമത്തെ വിളിച്ചപേക്ഷിക്കാം. യേശുവേ ആരാധന 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 നീറുന്ന വേളകളിൽ അവിടുന്ന് എനിക്ക് സ്വന്തമാണ്, അവിടുന്ന് എൻ്റെ കൂടെയുണ്ട് എന്ന് പ്രത്യാശ വെച്ചുകൊണ്ട് നമുക്കൊരു ഗാനം ആലപിക്കാം. സ്വന്തം നീയൻ പക്ഷം നീറും വേളകളിൽ ആഴിയൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക് ചെടിയൻ കീഴിലും നിൻ സാന്നിധ്യമരുളും നാഥനേ, നീയൻ സ്വന്തം നീയൻ പക്ഷം നീറും വേളകളിൽ ചൂടേറിയ ഒരു യാത്രയിൽ ദാഹത്താൽ എന്നാവ് വരളുമ്പോൾ ആകാരിൻ കൈകളിൻ കരച്ചിൽ കേട്ടവരിൻ ആത്മദാഹം തീർത്തിടും. നീയൻ സ്വന്തം നീയൻ പക്ഷം നീറും വേളകളിൽ ആഴിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. കർത്താവായ യേശുവേ തമ്പുരാനെ, ഈശോയെ, ഈ നിമിഷം ഒരിക്കൽ കൂടെ അപ്പാ ഞങ്ങളെ നിൻ്റെ തിരുസന്നിധിയിലേക്ക് ഉയർത്തുകയാണ് നാഥ. ഈശോയെ, കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് തമ്പുരാനെ നിൻ്റെ സന്നിധിയിലായിരുന്നു അപ്പാ. ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് ഞങ്ങൾ മനസ്തപിച്ച് പശ്ചാത്തപിച്ച് തമ്പുരാനെ അവയെ എല്ലാം നിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചതാണ് നാഥ. കർത്താവെ, കഴിഞ്ഞ കാലങ്ങളെ ഞങ്ങൾ ഇനി ഓർക്കുന്നില്ല. എൻ്റെ ഈശോയെ, ഞങ്ങളുടെ കഴിഞ്ഞുപോയ പാപാവസ്ഥകളെയും കർത്താവെ ഞങ്ങളെ കെട്ടിയിട്ടിരുന്ന സകല ബന്ധനങ്ങളെയും ഈശോയെ ഇതാ ഞങ്ങൾ വലിച്ചെറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു തമ്പുരാനെ. ഇനി നിന്നിലൊരു പുതിയ ജീവനിലേക്ക് ഞങ്ങൾ ഉണർന്നു വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാണപ്പാ. ഈശോയെ, ഞങ്ങളുടെ എല്ലാ പാപത്തിൻ്റെ മേഖലകളെയും പരിപൂർണമായിട്ട് ഞങ്ങളിൽ നീക്കി ഈശോയെ ഇനിയൊരു പുതിയ ഒരു നവചൈതന്യത്താൽ നിറയപ്പെടുവാൻ ഈശോയെ, പുതിയൊരു മാമോദീസ അനുഭവത്താൽ ഞങ്ങൾ നിറയപ്പെടുവാൻ, ഞങ്ങൾ ജ്വലിക്കുവാൻ വേണ്ടി കർത്താവെ അതിനുവേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ യാചിക്കുവാണപ്പാ. ഈശോയെ, ഇനിയും ജ്വലനം വേണ്ടിയുള്ള എല്ലാ അവസ്ഥകളും തമ്പുരാനെ ഈശോയെ വിശുദ്ധി ആവശ്യമായിട്ടുള്ള എല്ലാ മേഖലകളിലേക്കും തമ്പുരാനെ നീ കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുവാണ് നാഥ. ഈശോയെ, പുതിയതായിട്ട് അങ്ങയിലൊരു പുതിയ ജീവനിലേക്ക് ഉയർക്കുവാൻ വേണ്ടി കർത്താവെ അതിനു വേണ്ടി ഒരുങ്ങുവാനപ്പാ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുവാൻ നാഥ. ഈശോയെ, ഇനിയൊന്നും ഞങ്ങളെ കെട്ടിയിടാതെ, ഇനിയൊന്നും ഞങ്ങളെ നിയന്ത്രണത്തിൽ വെക്കാതെ പരിപൂർണമായിട്ട് സ്വതന്ത്രമായി നിന്നിലേക്ക് ഉയർന്നു വരുവാൻ, നിൻ്റേത് മാത്രമായിട്ട് തീരുവാൻ അതിനുവേണ്ടി ഈശോയെ പ്രയത്നിക്കുവാനപ്പാ ഞങ്ങൾക്ക് കൃപ നൽകണേന്ന് പ്രാർത്ഥിക്കുവാണ് നാഥ. ഒരു നിരാശയും ഒരു ദുഃഖങ്ങളും തമ്പുരാനെ ഞങ്ങളെ കീഴ്പ്പെടുത്താതെ പരിപൂർണ സ്വാതന്ത്ര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ദിവസങ്ങളിലേക്കപ്പാ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് തമ്പുരാനെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് കരം പിടിച്ച് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള കൃപകളാൽ, വരങ്ങളാൽ, ദാനങ്ങളാൽ ഓരോ മക്കളെയും ഈശോയെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ ദൈവമക്കളെയും അങ്ങ് തൊട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങ് തിരുനാമത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. യേശു ആരാധന.
കർത്താവേ ഈശോയെ തമ്പുരാനെ, ഈശോയെ ഈ നിമിഷം തിരുസഭയെ അപ്പാ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഉയർത്തുകയാണ്. ഈശോയെ അങ്ങയുടെ മണവാട്ടിയെ സ്വർഗീയ ജെറുസലേമിനെ തമ്പുരാനെ ഈശോയെ നിൻ്റെ കരങ്ങളിലേക്ക് പരിപൂർണമായിട്ട് നൽകുകയാണപ്പാ. ഈശോയെ അതിൻ്റെ ഓരോ മേഖലകളിലും തമ്പുരാനെ അങ്ങ് സമൃദ്ധമായിട്ട് വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുവാണ് നാഥ. ഈശോയെ പുതിയൊരു പെന്തക്കുസ്തയ്ക്ക് വേണ്ടി ഈ തിരുസഭയെ ഒരുക്കുവാൻ അപ്പാ തിരുസഭയുടെ മേലധികാരികളെ, പരിശുദ്ധ മാർപ്പാപ്പയെ, പിതാക്കന്മാരെ, സന്യസ്തരെ, വൈദികരെ, അപ്പാ അൽമായരെ അതിനുവേണ്ടി അങ്ങ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാണ് നാഥ. ഈശോയെ ഈ തമ്പ്രാനെ ഒത്തിരിയേറെ നവചൈതന്യത്തിലേക്ക് തിരുസഭ കടന്നു വരുവാൻ, ഒരു ഉണർവുണ്ടാകുവാൻ അപ്പാ മന്ദീഭവിച്ചിരിക്കുന്ന എല്ലാ അവസ്ഥകളിലേക്കും തമ്പ്രാനെ അങ്ങയുടെ നിറവ് കടന്നു വരുവാൻ, പുതിയൊരു ഉണർവിലേക്ക് തിരുസഭ ഉയർത്തപ്പെടുവാൻ, ഈശോയെ ഓരോ മക്കളും പുതിയൊരു ചൈതന്യത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ കർത്താവെ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുവാണ് നാഥ. ഈശോയെ തിരുസഭയെ അങ്ങയുടെ മണവാട്ടിയെ തമ്പ്രാനെ പരിപൂർണമായിട്ട് നിന്റെ കയ്യിലേക്ക് സമർപ്പിച്ചുകൊണ്ട് തമ്പ്രാനെ ഒരു പുതിയൊരു ചൈതന്യത്തിലേക്ക് തിരുസഭയെ അങ്ങ് കൊണ്ടുപോകണമേ തമ്പ്രാനെ. അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക് ഒത്തിരി മക്കളെ ഈശോയെ അടുപ്പിക്കുവാൻ, അങ്ങയെ ഒത്തിരി പേരിലേക്ക് പകർന്നു കൊടുക്കുവാൻ, ഈശോയെ അങ്ങയുടെ ഒരു ചൈതന്യത്തെ ഈ ലോകത്തിലേക്ക് മുഴുവനിലേക്കും പ്രസരിപ്പിക്കുവാൻ അതിനു വേണ്ടുന്ന കൃപകളാൽ, ദാനങ്ങളാൽ തിരുസഭയെ അങ്ങ് സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ നാമത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. യേശുവേ ആരാധന. നമുക്കൊരിക്കൽ കൂടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ പരിപൂർണമായിട്ട് നൽകാം. ഈശോയുടെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയാം. ഈ ലോകത്തിലെ ജീവിതത്തിനുപരിയായിട്ട് സ്വർഗീയ നാട്ടിൽ നമ്മൾക്ക് വേണ്ടി നിത്യജീവിതം ഒരുക്കി നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ കർത്താവിനെ നമുക്കൊന്ന് ഓർക്കാം. അവൻ്റെ സ്നേഹത്തെ, അവൻ നമ്മളോടുള്ള കരുതലിനെ പരിപൂർണമായിട്ട് നമുക്കൊന്ന് ധ്യാനിക്കാം. ഈശോയുടെ ആ സ്നേഹത്തെ ഓർത്തുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗനാട്ടിലേക്ക് ഉള്ള പ്രയാണത്തിൽ അതിനു വേണ്ടുന്ന കൃപകളാൽ നയിക്കപ്പെടുവാൻ, വരങ്ങളാൽ നയിക്കപ്പെടുവാൻ പരിപൂർണമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈരടികൾ പാടി പ്രാർത്ഥിക്കാം. പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമായ കർത്താവെ സഹായകനാകുന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്കായി തരുമെന്ന്. കർത്താവെ, ആ പരിശുദ്ധാത്മാവിന് വേണ്ടി ഞങ്ങളിവിടെ കേഴുകയാണ്. ആ ആത്മാവിനെ ഞങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങട്ടെ കർത്താവെ. കർത്താവെ, ഞങ്ങളുടെ ശരീരങ്ങൾ മലിനമാണ് കർത്താവെ. ആ മലിനമായ ശരീരത്തെ കഴുകി ശുദ്ധീകരിച്ചുകൊണ്ട് കർത്താവെ അങ്ങയുടെ ആത്മാവിന് വാസയോഗ്യമായ ഒരു ആലയമാക്കി മാറ്റണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ്, അങ്ങയുടെ തിരുരക്തത്താൽ കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണമേ. കർത്താവെ, ഞങ്ങൾ ഇതുവരെ ചെയ്തു പോയിട്ടുള്ള കർത്താവെ ശരീരം കൊണ്ട് ഇതുവരെ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും ഞങ്ങളിൽ നിന്ന് തുടച്ചു മാറ്റി കർത്താവെ
അങ്ങയുടെ പരിശുദ്ധാത്മാവിന് കർത്താവെ വാസയോഗ്യമായ ഒരു ആലയമാക്കി ഞങ്ങൾ ഓരോരുത്തരെയും മാറ്റണമേ. കർത്താവെ, പലപ്പോഴും അടിമപ്പെട്ടു പോയിട്ടുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും കർത്താവെ വിമോചനം നേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, വിമോചനത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്കായി വിട്ടു നൽകണമേ. കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും കേഴുകയാണ്. കർത്താവെ, ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് കർത്താവെ പാപചിന്തകളും പാപപ്രവൃത്തികളും എല്ലാം കർത്താവെ പൈശാചികമായുള്ള എല്ലാ കാര്യങ്ങളും കർത്താവിനെ എടുത്ത് മാറ്റണമേ. നിന്റെ സ്നേഹത്താൽ നിറച്ചുകൊണ്ട് കർത്താവെ പിശാചിൽ നിന്നെല്ലാം അകന്നു നിന്നുകൊണ്ട് കർത്താവ് അങ്ങയിലേക്ക് മാത്രം അടുത്ത് കർത്താവ് അങ്ങയിലേക്ക് മാത്രം നിരന്തരമായ ജീവിതം അർപ്പിച്ചുകൊണ്ടിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് അങ്ങയുടെ മഹനീയമായ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. യേശുവേ ആരാധന കർത്താവേ, യേശുവേ ആരാധന കർത്താവേ, യേശുവേ 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 സ്തോത്രം, യേശുവേ നന്ദി, ദൈവമേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ദൈവമേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ദൈവമേ ആരാധന കർത്താവേ, യേശുവേ യേശുവേ ആരാധന നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. അവിടുന്ന് നമ്മോട് ഇങ്ങനെ അരുളി ചെയ്യുന്നു: ഭൂമിയിൽ എനിക്ക് ചുറ്റി സഞ്ചരിക്കുവാൻ പാദങ്ങളില്ല, നമ്മുടെ പാദങ്ങളെ അവിടത്തേക്ക് കൊടുക്കാം. ഭൂമിയിൽ മനുഷ്യനെ കരുണയോടെ നോക്കുവാൻ എനിക്ക് കണ്ണുകളില്ല, നമ്മുടെ കണ്ണുകളെ അവിടത്തേക്ക് കൊടുക്കാം. ഭൂമിയിൽ മനുഷ്യരെ തൊട്ടു തലോടി പോകുവാൻ എനിക്ക് കരങ്ങളില്ല, നമ്മുടെ കരങ്ങളെ അവിടത്തേക്ക് കൊടുക്കാം. ഭൂമിയിൽ മനുഷ്യരോട് സ്നേഹാർദ്രമായി സംസാരിക്കുവാൻ എനിക്ക് അധരങ്ങളില്ല, നമ്മുടെ അധരങ്ങളെ അവിടത്തേക്ക് കൊടുക്കാം. മനുഷ്യരോട് കാരുണ്യത്തോട് ഇടപെടാൻ എൻ്റെ ഹൃദയം ഭൂമിയിലില്ല, നമ്മുടെ ഹൃദയങ്ങളെ പൂർണ്ണമായിട്ടും അവിടത്തേക്ക് കൊടുക്കാം. ഈ 3 ദിവസത്തെ ആരാധനയിൽ നമ്മോടൊപ്പം ചേർന്ന സകല സ്വർഗത്തെയും ഏറ്റവും നന്ദിയോടെ നമുക്ക് ഓർക്കാം. കർത്താവ് നമ്മോടൊപ്പമുണ്ട്. അവിടുന്ന് ഒരു പുതിയ പ്രതീക്ഷ നൽകി ഓരോ മനസ്സിനെയും തൊട്ടുണർത്തി മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളി വരുമ്പോൾ അവൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവൻ്റെ മുൻപിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. അവർ അവൻ്റെ മുൻപിൽ മുട്ടുമടക്കും. രാജാധിരാജൻ മഹിമയോടെ വനമേഘത്തിൽ എഴുന്നള്ളാനായി, രാജാധിരാജൻ മഹിമയോടെ വനമേഘത്തിൽ എഴുന്നള്ളാനായി, ദേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ, വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ, രാജാധിരാജൻ മഹിമയോടെ വനമേഘത്തിൽ എഴുന്നള്ളാനായി. കഷ്ടത പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ കാരണമായി, ദുഷികളെല്ലാം തീരാൻ കാരണമായി, രാജാധിരാജൻ മഹിമയോടെ വനമേഘത്തിൽ എഴുന്നള്ളാനായി. രാജാധിരാജൻ മഹിമയോടെ വനമേഘത്തിൽ എഴുന്നള്ളാനായി. കാന്തനുമായി വാസം ചെയ്യുവാൻ കാലം സമീപമായി പ്രിയരേ, കാലം സമീപമായി പ്രിയരേ, രാജാധിരാജൻ
ദൈവസന്നിധിയിൽ നമുക്ക് ഒരിക്കൽ കൂടി മുട്ടുകൾ മടക്കാം. ഈ നോമ്പുകാലത്തിൻ്റെ അവസാനത്ത് കർത്താവിനോടൊപ്പം നമ്മൾ ഈ 3 ദിവസം സഞ്ചരിച്ചു. പെസഹ വ്യാഴം അവിടുത്തെ ഏറ്റവും പ്രത്യേകമായ അവിടുത്തെ വിശുദ്ധ കുർബാനയായ നമുക്ക് വേണ്ടി മാറിയത് നമ്മൾ ധ്യാനിച്ചു. ദുഃഖവെള്ളിയിൽ കർത്താവിനോടൊപ്പം അവിടുത്തെ പീഡാനുഭവ യാത്രയിൽ നമ്മളും കൂട്ടുപോയി. ഇപ്പോൾ അവിടുത്തെ ഉദ്ധാനത്തിനായി നമ്മൾ കാത്തിരിക്കുന്നു. കർത്താവേ, ഞങ്ങളെ തൃക്കൻ പാർക്കണമേ. ഈ 3 ദിവസം നമുക്ക് വേണ്ടി സമൃദ്ധമായ കൃപകൾ ചൊരിഞ്ഞ് നമ്മളെ അനുഗ്രഹിച്ച് നമ്മെ തൊട്ട് തലോടി നമ്മുടെ മധ്യത്തിലൂടെ അവിടുന്ന് കടന്നുപോയി. വിശുദ്ധ കുർബാനയായി അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. തൻ്റെ ആണിപ്പാടാർന്ന കരം ചേർത്ത് നമ്മളെ അനുഗ്രഹിച്ചു. നമ്മുടെ കഷ്ടതകളിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ അവിടെ ഇറങ്ങി വന്നിടപെട്ടു. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറന്നതിനെ ഓർത്ത്, ഞങ്ങൾക്കൊപ്പം ആരാധിക്കാൻ സകല സ്വർഗ സൈന്യത്തെയും ഇറക്കിയതിനെ ഓർത്ത് അങ്ങേ ഞങ്ങൾ നന്ദി പറയുകയാണ് ഈശോ. ഈ നിമിഷം നമുക്ക് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർക്കാം. നന്ദിയുടെ ഒരു വാക്കായി കർത്താവെ, ഞങ്ങൾക്കൊപ്പം അങ്ങ് ചേർന്നതിനായി, സകല സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നതിനായി കർത്താവെ, ഞങ്ങളുടെ യാചനകൾ അങ്ങ് സ്വീകരിച്ചതിനായി, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങ് കേട്ടതിനായി കർത്താവെ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അങ്ങ് ഇടപെട്ടതിനായി നന്ദി പറഞ്ഞുകൊണ്ട് സകല യുവതി യുവാക്കൾക്കും വേണ്ടി, സകല കുടുംബങ്ങൾക്കും വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ തിരുസന്നിധി നമുക്ക് സ്തുതിക്കാം. ഈശോ 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 ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഈശോ 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 ഈശോ